ഹലോ ഫ്രണ്ട്സ്, ഇന്നേ പഴുത്ത ചക്കയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളന്ന് പാളിപ്പോയ ചക്ക ഉണ്ടല്ലോ, അത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ടാലേ അറിയാമല്ലോ, നമുക്ക് ചക്കപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഈ കുമ്പളപ്പം ചക്കപ്പം എന്നൊക്കെ പറയില്ലേ, എനിക്കിങ്ങനെ പലഹാരങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് കേട്ടോ ചക്കയപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ചക്കയപ്പം ഞാനിങ്ങനെ ശർക്കര ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ഉരുക്കിയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ശർക്കര ഉരുക്കി നല്ല ചക്ക വരട്ടി വെക്കില്ലേ, അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അല്ലാണ്ട് ചക്ക അപ്പം തന്നെ ശരിയാക്കി എടുത്തിട്ട് അങ്ങനെയും ചക്കപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ എടുത്ത് വെച്ചുണ്ടാക്കുന്നതിനേക്കാൾ അപ്പം ഉണ്ടാക്കുന്ന ചക്കയപ്പത്തിനാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ അപ്പോൾ ഇത്തവണ ഞാൻ ചക്ക ശരിയാക്കി എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ലൊന്ന് ശർക്കര ഉരുക്കി ഒഴിച്ചൊന്ന് വരട്ടിയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതിലേക്ക് പാകത്തിന് അരിപ്പൊടി, അതേപോലെ കുറച്ചധികം തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കൊത്ത് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും, അതേപോലെ ചെറിയ ജീരകവും നമ്മുടെ ഈ ഏലക്കയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയും പാനിയും കൂടെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പഴുത്ത ചക്കയ്ക്ക് നല്ല മധുരമായിരുന്നു, അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും ശർക്കര ഒഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ഇല ഇടനയില, അതേപോലെ ഇലമംഗലത്തിൻ്റെ ഇല എന്നൊക്കെ പറയും. എൻ്റെ അമ്മയുടെ അവിടേക്ക് ഇലമംഗലത്തിൻ്റെ ഇല എന്നിട്ട് പറയാറുള്ളത്. അട്ടപ്പാടി ഭാഗത്തേക്ക് ഇടനയില എന്ന് പറയും. അപ്പോൾ ഇതിലുണ്ടാക്കി കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിനൊരു മണമുണ്ട്, നല്ല മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ മണം. അപ്പോൾ ഈ ഇല എനിക്ക് ഏട്ടത്തിയമ്മയുടെ വീട്ടിൽ നിന്ന് കേട്ടോ, അവർ അട്ടപ്പാടി പോയപ്പോൾ അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരിപ്പിച്ചതായിരുന്നു. ഞങ്ങളുടെ അവിടെ നിന്നും കിട്ടാറില്ല. ഈ വെക്കേഷൻ സമയത്ത് പണ്ട് സ്കൂൾ ഇങ്ങനെ കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ അമ്മമ്മ പ്രത്യേകിച്ച് അമ്മമ്മേനെ കൊണ്ട് ഉണ്ടാക്കാറുള്ള ഒരു സാധനം കേട്ടോ ചക്കയപ്പം. എൻ്റെ അമ്മമ്മ ഉണ്ടാക്കി തരുന്ന ചക്കയപ്പത്തിന് വേറൊരു ടേസ്റ്റാണ്. പിന്നെ അവിടെ ഈ ഇല കിട്ടാറുണ്ട്, നമ്മളവിടേക്ക് അങ്ങനെ ഈ ഇല കിട്ടാറില്ല കേട്ടോ. അങ്ങനെ എല്ലാം അതേപോലെ കുമ്പിൾ കുത്തിയിട്ട് നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. കുമ്പിൾ കുത്താൻ അറിയാത്തവർക്ക് ഇങ്ങനെ ഈർക്കിൽ വെച്ചിട്ടും കുത്താൻ, അല്ലാത്തവർ കയ്യിൽ വെച്ച് മടക്കി അത് ഷേപ്പിൽ മടക്കിയിട്ട് അതിലേക്ക് മാവ് നിറച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ എക്സ്പേർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും കൂടെ കേട്ടോ മടക്കിയിട്ട് ആവിയേറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ചെറിയ ചൂട് മാറിയതിന് ശേഷം ഞാനൊന്ന് കഴിച്ചു നോക്കി, നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. കളറ് ശർക്കരയ്ക്ക് വെള്ള കളറ്, വലിയ കറുത്ത ശർക്കര ആയിരുന്നില്ല, അതുകൊണ്ടാട്ടോ ഈ കളറുള്ളത്. പിന്നെ നല്ല ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായതുകൊണ്ട് എനിക്ക് കൂടുതൽ ശർക്കര പാനി ഒഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തവണത്തെ ആദ്യത്തെ ചക്കയപ്പാണ്. പിന്നെ കിങ്ങിണി ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കിങ്ങിണി നോക്കി നോക്കി തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്ര ഇട്ടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.